മൂത്രനാളിയിൽ പ്രോസ്റ്റേറ്റ് കൂടാതെ ഉണ്ടാകുന്ന തടസ്സങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, പെട്ടെന്ന് തന്നെ മൂത്രം അടഞ്ഞു പോകുന്ന ഒരു അസുഖമുണ്ട്, അതായത് കല്ല് വന്നിട്ട് മൂത്രനാളി അടഞ്ഞു പോകുന്ന ഒരു അസുഖമുണ്ട്. അത് കൂടാതെ ഉള്ളത് യുറീത്രൽ സ്ട്രിക്ചർ എന്ന് പറയും, അതായത് മൂത്രത്തിന്റെ ട്യൂബ്, ബ്ലാഡറിൽ നിന്നിട്ട് പുറത്തേക്ക് ഒഴുകുന്ന ആ ട്യൂബിനുണ്ടാകുന്ന തടസ്സം, അതാണ് യുറീത്രൽ സ്ട്രിക്ചർ എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതിനെക്കുറിച്ചിട്ട് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാറില്ല, എങ്കിലും ആ ഒരു അസുഖം വളരെ അധികം ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആക്ച്വലി ഈ അസുഖം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് പുരുഷന്മാരിലാണ്. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത് മൂത്രം പോകുന്നതിന് തടസ്സം നേരിടുക, മൂത്രത്തിന്റെ സ്പീഡ് കുറയുക, അതുപോലെ മൂത്രം മുക്കി ഒഴിക്കേണ്ടതായിട്ട് വരിക, ചിലപ്പോൾ തീരെ പോവാതെ വരാം മൂത്രം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സിംറ്റം. പിന്നെ അതിന്റെ സെക്കൻഡറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, പിന്നെ കല്ല് വരാൻ വേണമെന്ന് വെച്ചാൽ ബ്ലാഡറിൽ കല്ല് വരാം. നമ്മൾ തീരെ അത് ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ബ്ലാഡറിന്റെ പ്രവർത്തനത്തിനെ ബാധിച്ച് പിന്നീട് അത് കിഡ്നീനെ വരെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത് ചികിത്സ തേടിയില്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ അതെന്തായിരിക്കും? അതുകൊണ്ട് ഞാനിപ്പോ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ കറക്റ്റ് ടൈമിന് അതിന് ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്ത് മാത്രമേ ഇത് മാറുള്ളൂ, തന്നെ മാറുന്നൊരു അസുഖമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാഡറിൽ നിന്ന് മൂത്രം പോയില്ലെങ്കിൽ ബ്ലാഡർ ക്രമേണ പ്രവർത്തനം നിർത്തും. അങ്ങനെ പ്രവർത്തനം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യൂറിൻ തീരെ പോവില്ല, യൂറിൻ കെട്ടിക്കിടക്കും. അതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, ബ്ലാഡറിൽ കല്ലുണ്ടാവും. ആ ഇൻഫെക്ഷൻ ഒരു പക്ഷെ കിഡ്നീനെ ബാധിക്കാം. കിഡ്നിയിലേക്ക് യൂറിൻ കയറിപ്പോയിട്ട് കിഡ്നീനെ പതുക്കനെ അത് ബാധിക്കാം.